എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിങ്കിയാണ് കാണിക്കുന്നത്. പിങ്കി നല്ല സങ്കടത്തോടെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ഗൗതത്തിനെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് പിങ്കി. അന്നേരം ഗൗതം പിടിച്ച് മാറ്റിയിട്ട് പറയുവാണ്, തനിക്ക് എന്താ പറ്റിയേ പിങ്കി എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഇടയായിട്ട് തനിക്ക് എന്താ പെട്ടെന്നൊരു വിഷമം ഉണ്ടാകുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. തൻ്റെ മനസ്സിൽ എന്താണ് എന്നൊക്കെ ഗൗതം ചോദിക്കുന്നുണ്ട് പിങ്കിയോട്. അന്നേരം പിങ്കി പറയുവാണ്, ഗൗതം നിങ്ങൾ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ എല്ലാവരും എന്നെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന്. ഞാൻ നന്ദൂട്ടൻ്റെ അമ്മയല്ലേ, നന്ദൂട്ടനെ പറ്റി ഒന്നും ഒരു കാര്യവും ഗൗതം എന്നോട് പറയുന്നില്ല. അത് പോട്ടെ, അത് എത്ര പറഞ്ഞാലും അതിനൊരു മാറ്റം ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. ഞാൻ നന്ദുൻ്റെ അമ്മയല്ലേ, അവൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയണ്ടേ. എൻ്റെ അടുത്തൊന്നും ഗൗതം പറയുന്നില്ല, അവൻ്റെ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറയുന്നില്ല. അവൻ്റെ കാര്യങ്ങളെല്ലാം ഗൗതം മാത്രം അറിഞ്ഞാൽ മതിയോ? അതുമാത്രമല്ല, നന്ദൂട്ടനും അങ്ങനെ തന്നെയാണ്, എന്നെ അവോയ്ഡ് ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും ഗൗതമിനോട് മാത്രമേ പറയത്തുള്ളൂ എന്നൊക്കെ പിങ്കി പറയുന്നുണ്ട്. എനിക്ക് നന്ദൂട്ട ഇല്ലാതെ മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ പറ്റത്തില്ല. എനിക്ക് നന്ദൂട്ട ഇല്ലാതെ പറ്റില്ല. അവൻ എൻ്റെ സ്വന്തം മകനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഗൗതം പറയുവാണ്, അതിനെന്താ പിങ്കി ഇവിടെ സംഭവിച്ച, അവൻ ഒന്നും പറയാത്തതല്ലല്ലോ, മനഃപൂർവ്വം മറന്നു പോയതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അന്നേരം പിങ്കി പറയുന്നുണ്ട്, എൻ്റെ മകനായി തന്നെയാണ് ഞാൻ അവനെ കാണുന്നതെന്ന്. സ്വന്തം മകനെ പോലെയല്ലേ ഞാൻ അവനെ സ്നേഹിക്കുന്നതും അവൻ്റെ കാര്യങ്ങളും ചെയ്യുന്നതും എല്ലാം. പക്ഷെ അവന് എൻ്റെ അടുത്ത് ഒരു സ്നേഹവുമില്ല. അതുമാത്രമല്ല, ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ പോലും എനിക്ക് ഒന്ന് താലോലിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പ്രസവിച്ച മകന് പോലും എനിക്ക് ഒരു അവകാശവും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, നന്ദൂട്ടൻ്റെ എല്ലാ അവകാശങ്ങളും എനിക്ക് തന്നെ വേണമെന്ന് പിങ്കി ഗൗതത്തോട് പറയുവാണ്. അന്നേരം ഗൗതം പറയുവാണ്, താനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നന്ദൂട്ടൻ്റെ അച്ഛനും അമ്മയുമാണ് നമ്മൾ രണ്ടുപേരും. ഞാൻ എങ്ങനെയാണോ നന്ദുൻ്റെ അച്ഛനായത് അതുപോലെ തന്നെയാണ് പിങ്കിയും നന്ദുൻ്റെ അമ്മയായത്. അതുകൊണ്ട് തന്നെ തനിക്കൊരു പ്രശ്നവും വരത്തില്ല. ഇനി തൊട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇതും വരില്ല. ഞാൻ എല്ലാം നിന്നോട് ഷെയർ ചെയ്യും എന്ന് പിങ്കിയോട് പറയുന്നുണ്ട്. എൻ്റെ തെറ്റാണ്, ഞാനാണ് തന്നോട് നന്ദൂട്ടനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറയേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഇനി ഞാൻ എല്ലാം ശ്രദ്ധിച്ചോളാം പിങ്കി എന്ന് ഗൗതം പറയുന്നുണ്ട്. എന്നിട്ട് സോറിയൊക്കെ പറയുവാണ്. അന്നേരം പിങ്കി പറയുവാണ്, ഗൗതം എന്നോട് സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന്. നന്ദുവിൻ്റെ കാര്യത്തിലെങ്കിലും എന്നെ ഒന്ന് ഉൾപ്പെടുത്തണം, എന്നാലേ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഗൗതത്തോട് പറയുന്നുണ്ട്. അതിനുശേഷം ഗൗതത്തോട് ചോദിക്കുന്നുണ്ട് പിങ്കി, നന്ദൂട്ടൻ്റെ കാലിന് വേദന കുറവുണ്ടോ, ഇനി ആ ഓയിൽമെൻറ്റ് തന്നെ അവന് പുരട്ടണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗൗതത്തോട്. എന്നിട്ട് ഗൗതം പറയുവാണ്, ആ ഓയിൽമെൻറ്റ് പുരട്ടിയതിന് ശേഷം നന്ദൂട്ടന് നല്ല രീതിയിൽ മാറ്റമുണ്ട് എന്ന്, വേദനയ്ക്കൊക്കെ മാറ്റമുണ്ടെന്ന് നന്ദൂട്ടൻ എന്നോട് പറഞ്ഞിരുന്നു എന്ന് ഗൗതം പിങ്കിയോട് പറയുന്നു. ആ ഡോക്ടറെ നന്ദൂട്ടന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി. ആ ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം സ്വയം ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട് ഇപ്പോഴ്. ഞാനത് ശ്രദ്ധിച്ചോ എന്നൊക്കെ ഗൗതം ചോദിക്കുന്നുണ്ട്. അന്നേരം പിങ്കി പറയുവാണ്, ശരിയാ, അവന് ഭയങ്കര അങ്ങ് ഡോക്ടറിനെ ഇഷ്ടപ്പെട്ടു എന്ന്. അതെ, ആ ഡോക്ടറെയും ഡോക്ടറിൻ്റെ മോളെയും നന്ദൂട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് പിങ്കി പറയുന്നുണ്ട്. അന്നേരം ഗൗതം പറയുവാണ്, ശരിയാ, ഗൗരി നല്ലൊരു പെൺകുട്ടിയാണെന്ന് പിങ്കിയോട് പറയുന്നുണ്ട്. ഞാൻ കണ്ടായിരുന്നു ഗൗരിക്കുട്ടിയെ, നല്ലൊരു കുട്ടിയാന്ന്. പക്ഷേ ആ ഡോക്ടറെ ഞാൻ കാണാൻ പറ്റിയിട്ടില്ല എന്ന് പിങ്കിയോട് ഗൗതം പറയുന്നുണ്ട്. അന്നേരം ഗൗതം പറയുവാണ് വീണ്ടും, ശരിക്കും ആ നന്ദയുടെ ഒരു ഫേസ് കട്ടൊക്കെ ഉണ്ട് ഗൗരിക്കുട്ടിക്കും. അന്നേരം പെട്ടെന്ന് പിങ്കിയുടെ മുഖം അങ്ങോട്ട് മാറുവാണ്. അന്നേരം പിങ്കി ചോദിക്കുവാണ്, അതെങ്ങനെയാ ഗൗതം, അങ്ങ് ശിവപുരത്ത് കിടക്കുന്ന കുട്ടിക്ക് നന്ദയുടെ ഫേസ് കട്ട് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പിങ്കി പറയുവാണ്, ഗൗതത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഗൗതം പറയുവാണ്, വേണ്ട പിങ്കി, അതിനെക്കുറിച്ച് നമുക്കിനി സംസാരിക്കേണ്ടെന്ന്. നമുക്ക് രണ്ടുപേർക്കും നന്ദുക്കുട്ടൻ്റെ അച്ഛനും അമ്മയായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് ഗൗതം പറയുവാണ്. ആ കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പിങ്കി പറയാണ്, ശരി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിങ്കി പറയുവാണ്, ശരി, ഞാൻ നന്ദൂട്ടന് കഴിക്കാനുള്ള ഫുഡ് എടുത്ത് വെക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുവാണെന്ന് ഗൗതത്തോട് പറഞ്ഞിട്ട് പോകുന്നു. അന്നേരം ഗൗതം എന്തൊക്കെയോ ആലോചിച്ചങ്ങ് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നന്ദൂട്ടനെയാണ്. നന്ദൂട്ടൻ കുറേ തവണ ഗൗരി മോളെ വിളിച്ചിരുന്നു. പക്ഷെ ഗൗരി ഫോൺ എടുക്കുന്നില്ല. ആ വിഷമത്തിൽ ഇരിക്കുവാണ്. ഫോണിൽ ഇതുവരെയ്ക്കും കണക്റ്റായി കിട്ടിയിട്ടില്ല. അതിൻ്റെ വിഷമത്തിൽ നന്ദൂട്ട ഇരിക്കുവാണ് അവിടെ. ഇന്നേരം
ഗൗരി നന്ദയുടെ മടിയിൽ കിടന്ന് കഥകളൊക്കെ പറയുവാണ്. എന്നിട്ട് ചോദിക്കുവാണ് നന്ദ, ഇന്ന് ഏത് കഥയാണ് പറയുന്നത്, ഏത് പോലീസ് ഓഫീസറുടെ കഥയാണ് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഗൗരിമോള് ചോദിക്കുവാണ്, ഈ അമ്മയ്ക്ക് മടുക്കുന്നില്ലേ എന്നും പോലീസ് ഓഫീസറുടെ കഥ കേട്ട്? എങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പറയട്ടെ എന്നൊക്കെ പറയുവാണ്. നീ ഓർമ്മ വെച്ച കാലം മുതലേ പോലീസിൻ്റെ കഥകളൊക്കെയാണ് പറയുന്നത്, എന്നിട്ട് ഇപ്പോൾ എനിക്ക് മടുക്കുന്നില്ലേ എന്ന് ചോദിക്കുവാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പിന്നെ പറയുന്നുണ്ട്. ഞാൻ ഇന്ന് വേറൊരു കഥ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയുവാണ്. എന്നിട്ട് ആ കഥ പറയുവാണ്, അങ്ങ് ദൂരെ 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 ഒരു ഗൗരി എന്ന് പറയുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് നല്ലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അന്നേരം നന്ദ പറയുവാണ്, ആ കൂട്ടുകാരൻ്റെ പേര് ഞാനൊന്ന് പറയട്ടെ എന്ന്. അപ്പോൾ ഗൗരി പറയുവാണ്, വേണ്ടാന്ന് പറയുവാണ്. ഞാൻ പറയാം, അമ്മ കേട്ടോണ്ടിരുന്നാൽ മാത്രം മതിയെന്ന് ഗൗരിമോള് പറയുവാണ്. അന്നേരം കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗരി ഓർക്കുന്നത്, ഇതുവരേക്കും നന്ദൂട്ടനെ ഒന്ന് വിളിച്ചില്ലല്ലോ. അന്നേരം ഗൗരിമോള് നന്ദയോട് പറയുവാണ്, അമ്മേ ഞാൻ ഇതുവരെയായിട്ട് നന്ദുവിനെ വിളിച്ചില്ല, അവന് വിഷമമായി കാണുമെന്ന്. അന്നേരം നന്ദ ചോദിക്കുന്നുണ്ട്, അതിന് നന്ദൂട്ടൻ്റെ നമ്പർ നിൻ്റെ ഉണ്ടോ എന്ന്. ഗൗരിമോള് പറയുവാണ്, എൻ്റെ ഉണ്ടെന്ന്. അന്നേരം ഗൗരിമോള് പറയുവാണ്, എന്തായാലും നമുക്ക് അവനെ വിളിക്കാം, അല്ലെങ്കിൽ അവന് വിഷമമാകത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നന്ദ പറയുവാണ്, ഞാൻ ചാർജിലിട്ടിരിക്കുവാണ്, മോള് പോയി ഫോൺ എടുത്തിട്ട് വരാൻ പറയുന്നു. അന്നേരം ഫോൺ എടുക്കാൻ വേണ്ടി ഓടിപ്പോകുന്നുണ്ട് ഗൗരിമോള്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നന്ദുക്കുട്ടനെയാണ്. നന്ദുക്കുട്ട ആകെ വിഷമിച്ചിരിക്കുവാണ്, നമ്മളെ ഗൗരിമോളെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട്. അന്നേരം ഗൗതം ചോദിക്കുവാണ്, എന്താ മോനെ, എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നതെന്ന്. അന്നേരം നന്ദുട്ടൻ പറയുവാണ്, എന്നെ ഇതുവരെയായിട്ടും ഗൗരി വിളിച്ചില്ല എന്ന്. അന്നേരം ഗൗതം പറയുവാണ്, മോനെ ഇത് ഗൗരിക്ക് മറന്നു പോയതായിരിക്കുമെന്ന്. അന്നേരം നന്ദുട്ടൻ പറയുവാണ്, ഞാൻ ഒരുപാട് തവണ ഡോക്ടർ ആൻറ്റിയെ വിളിച്ചിരുന്നു, കിട്ടിയില്ല എന്ന്. ഗൗരിയുടെ ഫോണിലോട്ട് വിളിച്ചു, എന്നിട്ടും കിട്ടിയില്ല എന്ന് പറയുന്നു. അന്നേരം ഫുഡുമായിട്ട് പിങ്കിയും വരുന്നുണ്ട് നന്ദുട്ടൻ്റെ അടുത്തേക്ക്. അന്നേരം പിങ്കി പറയുവാണ്, ഡോക്ടർ ആൻറ്റി വല്ല പേഷ്യൻസിനെയും നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കുമെന്ന്, അതുകൊണ്ടായിരിക്കും ഫോൺ അറ്റൻഡ് ചെയ്യാത്ത, എന്തായാലും കാണുമ്പം തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വിളിക്കുമെന്ന് പറയുന്നുണ്ട് പിങ്കി. അന്നേരം പിങ്കി കൊണ്ട് കൊടുക്കുന്നത് ബ്രെഡും ഓംലെറ്റും ആണ് കേട്ടോ. അന്നേരം പറയുവാണ്, മോൻ ഒത്തിരി ഇഷ്ടപ്പെട്ട ബ്രെഡ് ഓംലെറ്റാണ്, ഇത് മോൻ ഒത്തിരി ഇഷ്ടമായിരിക്കും, മോൻ കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം പറയുവാണ്, വേണ്ടാന്ന് പറയുന്നുണ്ട് നന്ദൂട്ടൻ. അന്നേരം നന്ദൂട്ടൻ അത് ഓർക്കുന്നുണ്ട്, കുമ്പിളപ്പം അത് ബാഗിൽ വെച്ച് കൊടുത്തു വിട്ടത്. അന്നേരം നന്ദൂട്ടൻ പറയുവാണ്, അതെ എൻ്റെ ബാഗൊന്ന് ഇങ്ങോട്ട് എടുത്തു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം ചോദിക്കണേ, എന്തിനാ മോനെ എന്ന് ചോദിക്കുന്നു. അന്നേരം നന്ദൂട്ടൻ പറയുവാണ്, അതിങ്ങ് എടുക്ക് പപ്പ. ഏതായാലും ആ ബാഗ് അങ്ങ് എടുത്തിട്ട് അത് തുറന്നു നോക്കുമ്പോൾ ഒരു ബോക്സ് ഉണ്ട്. എന്നിട്ട് പറയുവാണ്, ഇത് എന്താന്ന് ചോദിക്കും. നോക്ക് പപ്പ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഗൗതം തുറന്നു നോക്കുമ്പോൾ കുമ്പിളപ്പമാണ്. അതിങ്ങ് എടുക്ക് പപ്പ എന്ന് പറയുന്നുണ്ട്. ഇതെനിക്ക് ഡോക്ടർ ആൻറ്റി തന്നതാണെന്ന് പറയുന്നു. എനിക്കിത് ഡോക്ടർ ആൻറ്റി തന്നു വിട്ടതാ, ഇത് ഞാൻ കഴിച്ചോട്ടെ അമ്മേ എന്ന് പിങ്കിയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം പിങ്കി പറയുവാണ്, മോൻ ഇഷ്ടമുള്ളത് കഴിച്ചോന്ന്. എന്നിട്ട് നന്ദമോൻ പറയുവാണ്, ഞാനിനി എന്തിനാ ഈ ബ്രെഡും ഓംലെറ്റും കഴിക്കുന്നത്, ഇത് അച്ഛൻ കഴിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഇത് അച്ഛൻ കഴിച്ചാൽ മതി, എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. അന്നേരമാണ് ഗൗതത്തിൻ്റെ കയ്യിലിരുന്ന ഫോണിലേക്ക് ഗൗരിമോള് വിളിക്കുന്നുണ്ട്. അന്നേരം ഗൗതം പറയുവാണ്, വീഡിയോ കോൾ ആണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദൂട്ടൻ പറയുവാണ്, അത് ഗൗരി ആയിരിക്കും പപ്പ എന്ന് പറയുന്നുണ്ട്. ഇങ്ങ് ഫോൺ താന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഫോൺ എടുത്ത് സംസാരിക്കുന്നുണ്ട്. നന്ദു ഫോൺ എടുത്തതും വിളിച്ച് ചോദിക്കുവാണ്, എന്താ എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാത്തതെന്ന് ഗൗരിമോളോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് തവണ വിളിച്ചിട്ടും എടുത്തില്ലല്ലോ എന്നൊക്കെ നന്ദൂട്ടൻ വിഷമം പറയുവാണ്. അന്നേരം ഗൗരിമോള് പറയുവാണ്, ഞാൻ നന്ദുവിനെ വിളിക്കുന്നത് മറന്നുപോയെന്ന്, നമ്പറുള്ള കാര്യമൊക്കെ മറന്നുപോയെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുവാണ്, അമ്മ ഫോൺ ചാർജിലിട്ടിരുന്നത് കൊണ്ട് നന്ദൂട്ടൻ വിളിച്ചതൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ഗൗരിക്ക് ഞാനിവിടെ എന്തെടുക്കുവാന്ന് അറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട് നന്ദൂട്ടനോട്. അപ്പോൾ ഗൗരിമോള് ചോദിക്കുന്നത്, നന്ദൂട്ടൻ എന്തു ചെയ്യുവാന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഡോക്ടർ ആൻറ്റി തന്ന കുമ്പിളപ്പം കഴിച്ചുകൊണ്ടിരിക്കുവാന്ന് പറയുന്നുണ്ട്. അന്നേരം അവിടെ നിന്ന് ഗൗരി ചോദിക്കുവാണ്, നന്ദൂട്ടൻ്റെ പപ്പയും അമ്മയൊക്കെ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് നന്ദൂട്ടനോട്. അന്നേരം നന്ദൂട്ടൻ പറയുവാണ്, അവരൊക്കെ ഇവിടെയുണ്ട്, കാണണമെന്ന് ചോദിക്കുന്നുണ്ട് നന്ദൂട്ടൻ. അങ്ങനെ ഗൗരിമോള് പറയുവാണ്, കാണണമെന്ന്. ഗൗരിമോളോട് അടുത്ത് നന്ദയും ഇരിപ്പുണ്ട്. അപ്പം നന്ദൂട്ടനോട് സംസാരിക്കുന്നുണ്ട് അവര്. എന്നിട്ട് ഗൗരി ചോദിക്കുവാണ് നന്ദയോട്, അമ്മയ്ക്ക് കാണണോ നന്ദൂട്ടൻ്റെ അച്ഛനും അമ്മയെന്ന്. എന്നിട്ട് പറയുവാണ് കാണണമെന്ന്. അന്നേരം ഗൗതവും പിങ്കിയും
അടുത്ത് ഒരുമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പക്ഷേ അപ്പോഴത്തേക്ക് റേഞ്ച് പോയി, മുഖം കറക്റ്റായിട്ട് കാണിക്കുന്നില്ല, ബ്ലറായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഗൗതം പറയുവാണ് ഇങ്ങോട്ട് നോക്കടാന്ന്. അപ്പോൾ ഇത് നന്ദുട്ടേടൻ പറയാണ് അയ്യോ കാണാൻ പറ്റുന്നില്ല, ബ്ലറായിട്ട് നിൽക്കുകയാണ്. അവിടെ ഉള്ളവർക്കും അങ്ങനെ തന്നെയാണ്, ഇവിടെ ഉള്ളവർക്കും അങ്ങനെ തന്നെയാണ്, ഒന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നന്ദുട്ടൻ പറയുന്നത് റേഞ്ച് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അച്ഛൻ ഇങ്ങനെ കാണുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നന്ദയ്ക്കും നന്ദുട്ടൻ്റെ അച്ഛനമ്മയൊന്നും കാണാൻ പറ്റുന്നില്ല, അവിടെയും ബ്ലറായിട്ടാണ് ഇരുന്നത്. നന്ദയും പറയുന്നുണ്ട് അയ്യോ റേഞ്ച് പോയല്ലോ മോളെ എന്ന്. അപ്പോൾ എന്നിട്ട് ഗൗരി മോള് പറയണ നമുക്ക് പിന്നെ വിളിക്കാം അല്ലേ എന്ന് പറയുന്നുണ്ട്. നേരം ഭയങ്കര സന്തോഷത്തിലാണ് ഗൗരി നന്ദുട്ടൻ വിളിച്ചതിൽ. ഈ ഫോൺ വിളി കഴിയുമ്പോൾ നന്ദു ഗൗതത്തിനോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരു ദിവസം പോയി ഗൗരി മോളെയും ഡോക്ടർ ആൻറ്റിയും ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നാലോ എന്ന്. എന്നിട്ട് നന്ദുട്ടൻ പറയുവാണ് അവരിങ്ങോട്ട് വന്നെങ്കിൽ എനിക്കും ഒരു കൂട്ടായേനെന്ന്. അന്നേരം ഗൗതം പറയുവാണ് അതൊക്കെ നമുക്ക് ആലോചിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗൗതം പറയുവാണ് നമുക്ക് വേണമെങ്കിൽ വിളിച്ചോണ്ട് വരാന്നേന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗൗരിയാണ്. ഗൗരി ആകെ സങ്കടമായിട്ടാണ് ഇരിക്കുന്നത്, അച്ഛനെ കാണാത്തതിൻ്റെ വിഷമത്തിൽ. അന്ന് ആ പാറയിൽ എഴുതി വെച്ചിരുന്ന മെസ്സേജ് വായിക്കാൻ വേണ്ടി വീണ്ടും അങ്ങോട്ടേക്ക് പോകുവാണ് അവൾ. അച്ഛൻ വന്ന് എന്തെങ്കിലും മെസ്സേജ് തന്നോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് അവൾ. അന്നേരം ഗൗരിമോൾ അവിടെ പോകുമ്പോഴത്തേക്ക് പാറയിൽ ഐ മിസ് യു അച്ഛൻ എന്നൊക്കെ അന്ന് എഴുതി വെച്ചിരുന്നില്ലേ, അതിൻ്റെ താഴെയായിട്ട് അച്ഛൻ ഉടൻ തന്നെ വരും എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഗൗരിമോൾക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഗൗരിമോൾ അവിടെ നിന്ന് പറയുവാണ് എൻ്റെ അച്ഛൻ ഉടനെ വരും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, എനിക്ക് എൻ്റെ അച്ഛനെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുവാണ്. എന്നിട്ട് ഉടനെ തന്നെ നന്ദയുടെ അടുത്തേക്ക് പോകുവാണ് ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്ദയോട് പറയുവാണ് അമ്മേ എൻ്റെ അച്ഛൻ വരും ഉടനെ തന്നെ, എൻ്റെ മെസ്സേജ് അച്ഛൻ കണ്ടു, എനിക്കതിൻ്റെ റിപ്ലൈയും തന്നു എന്ന് പറയുന്നുണ്ട്. അച്ഛൻ ഉടൻ തന്നെ വരുമെന്ന് ഞാനന്ന് പാറയിൽ എഴുതി വെച്ചിരുന്ന അതിന് തൊട്ട് താഴെയിട്ട് അച്ഛൻ ഉടനെ തന്നെ വരുമെന്ന് എഴുതി വെച്ചിരിക്കുന്നു അമ്മയെന്ന് നന്ദയോട് പറയുന്നുണ്ട്. അപ്പോൾ നന്ദ പറയുവാണ് അത് വേറെ ആരെങ്കിലും എഴുതി വെച്ചതായിരിക്കും മോളെ എന്ന്. അപ്പോൾ മോള് പറയുവാണ് ഇല്ല അമ്മേ, അത് അച്ഛൻ തന്നെയാണ് എഴുതി വെച്ചത്, എൻ്റെ അച്ഛൻ തന്നെയാണെന്ന് പറയുന്നുണ്ട് തർക്കിച്ച്. അപ്പോൾ അന്നേരം നന്ദ പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ ശാന്തിപുരത്ത് അല്ല, പിന്നെ എങ്ങനെ എഴുതാൻ കഴിയുന്നത്, നിനക്ക് മെസ്സേജ് ചെയ്യാൻ കഴിയുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗൗരി ചോദിക്കുകയാണ് പിന്നെ എൻ്റെ അച്ഛൻ എവിടെ അമ്മേ ഇവിടെ ഇല്ലെങ്കിലെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ പറ, അമ്മ എന്താ അത് പറയാത്തതെന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അന്നേരം നന്ദ പറയുവാണ് അതെ അത് സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. നീ വലുതാകുമ്പോൾ അതൊക്കെ പറയാമെന്ന് പറയുന്നുണ്ട്. അതെന്തിനാ അമ്മേ വലുതാകുന്നവരെ കാത്തിരിക്കുന്നത്, വലുതായവർക്കും അച്ഛനുണ്ടല്ലോ അമ്മയെന്ന്, നന്ദൂട്ടന് വരെ അച്ഛനുണ്ട്, നല്ലൊരച്ഛൻ എന്നൊക്കെ നന്ദയോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നന്ദയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്, പിടിവിട്ട് പോകുന്നുണ്ട് നന്ദയുടെ. ഇനി നീ നിൻ്റെ അച്ഛനെപ്പറ്റി ഒരക്ഷരം മിണ്ടി പോകരുതെന്ന് ഗൗരി മോൾക്ക് വഴക്ക് കൊടുക്കുന്നുണ്ട് നന്ദ. ഇത്രയും കാലം നിന്നെ വളർത്തിയ നിൻ്റെ അച്ഛനല്ല ഞാനാണെന്ന് നന്ദ പറയുന്നുണ്ട്. നിൻ്റെ അച്ഛനെ നീ കാണേണ്ട സമയത്ത് ഞാൻ അതങ്ങ് പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഇങ്ങോട്ടേക്ക് ചോദിക്കാൻ വന്നാൽ ഞാൻ നല്ല അടി വെച്ച് തരുമെന്ന് നന്ദ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് നന്ദ ദേഷ്യപ്പെടുവാണ് ഗൗരിമോളോട്. ഇത് കേൾക്കുമ്പോൾ ഗൗരിമോൾ അങ്ങ് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് നളിനി വരുവാണ്. എന്നിട്ട് നളിനി ചോദിക്കുവാണ് അയ്യോ മോളെ കരയിപ്പിച്ചു എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നളിനി നന്ദയോട് ചോദിക്കുവാണ്. അന്നേരം നന്ദ പറയുവാണ് അവളങ്ങ് കരയട്ടെ, നളിനി കേട്ടില്ലേ അവൾ എന്താ പറയുന്നതെന്ന്. അപ്പോൾ ഇത് നളിനി പറയുവാണ് അവളെ ചോദിച്ചതിന് എന്താ തെറ്റെന്ന് ചോദിക്കുന്നുണ്ട്. അവളുടെ അച്ഛനെ കാണാനുള്ള അവകാശം അവൾക്കില്ലേ എന്ന് നന്ദയോട് ചോദിക്കുന്നുണ്ട് നളിനി. അത് മാത്രമല്ലേ അവൾ ചോദിച്ചുള്ളൂ. ഇങ്ങനെ നളിനി ചോദിക്കുമ്പോൾ നന്ദയ്ക്കാകെ വിഷമമാകുന്നുണ്ട്. നളിനി പിന്നെ ഗൗരിമോളെയും കൂട്ടിക്കൊണ്ട് പോകുവാണ്. വാ മോൾക്ക് പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പോകുവാണ്. അന്നേരം ഗൗരിമോള് എനിക്ക് പാലും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഗൗരിമോള് പോകുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ പിങ്കിയും ഗൗതത്തെയാണ്. അവർ രണ്ടുപേരും കൂടെ മോനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് റൂമിൽ. നന്ദൂട്ടനെ പിങ്കി നേരത്തെ തന്നെ ഒരുക്കി വിട്ടിട്ടുണ്ട്. എന്നിട്ട് പിങ്കി ഒരുങ്ങി എന്നിട്ട് ഗൗതത്തിനോട് പറയുവാണ് പെട്ടെന്ന് ഒരുങ്ങി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിങ്കി പറയുവാണ് ഗൗതത്തിനോട് ഗൗതം പെട്ടെന്ന് ഒരുങ്ങി വാ, ഞാൻ അവനെ ഒരുക്കി താഴേക്ക് വിട്ടിട്ടുണ്ട്, അവൻ ശാന്തിപുരത്തെ കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുവാണെന്ന് പറയുന്നുണ്ട്. ആ ഡോക്ടറും ഡോക്ടറിൻ്റെ മകളും മാത്രമാണ് എപ്പോഴും അവൻ്റെ നാവിലുള്ളതെന്ന് പറയുന്നുണ്ട്. അവരെക്കുറിച്ച് മാത്രമേ അവ എപ്പോഴും സംസാരിക്കുന്നുള്ളൂ എന്നൊക്കെ പിങ്കി ഗൗതത്തോട് പറയുവാണ്.
അവരെ ഭയങ്കരമായിട്ട് നന്ദൂട്ടനെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഗൗതം പറയുവാണ്, ആ ശരിയാ, നല്ലൊരു കുട്ടിയാ ഗൗരിമോള്, നന്ദയെപ്പോലെയാണ് എന്ന് പറയുമ്പോൾ വീണ്ടും പിങ്കിയുടെ മുഖം അങ്ങോട്ട് മാറുന്നുണ്ട്. എന്നിട്ട് ഗൗതം സോറി പറയുവാണ്, അയ്യോ സോറി, ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗൗതം പറയുവാണ്, നന്ദയുടെ പേര് പറയുന്നത് പിങ്കിക്ക് ഇഷ്ടമല്ലല്ലോ, സോറി എന്ന് പറയുന്നുണ്ട്. അന്നേരം പിങ്കി പറയുവാണ്, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഗൗതം നോക്കി തുടങ്ങിയോ, അത് തന്നെ വലിയ കാര്യമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഗൗതം പറയുവാണ്, ഞാനിനി ഇത് പിങ്കിയുടെ ഇഷ്ടങ്ങളും കൂടെ അറിയണമല്ലോ എന്ന് പിങ്കിയോട് ഗൗതം പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ നിന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയവളാണ് നന്ദ. അവൾ എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റി. പിന്നെ ഒരിക്കലും എൻ്റെ അച്ഛമോനെ എനിക്ക് കാണാൻ സാധിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം കൊണ്ടു തന്നത് നന്ദുമോനാണ്. ആ നന്ദുമോനെ എനിക്ക് സമ്മാനിച്ചത് നീയാണ്. നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കത് സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പിങ്കിയുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ പറയുവാണ് ഗൗതം പിങ്കിയോട്. അന്നേരം പിങ്കി പറയുന്നുണ്ട്, ഇവിടെ നന്ദ ജീവിച്ചതിൻ്റെ യാതൊരു തെളിവുകളും ഈ വീട്ടിലില്ല എന്ന്. നന്ദയുടേതായ ഒരു സാധനങ്ങളും ഈ വീട്ടിലില്ല. എന്നിട്ടും വീണ്ടും വീണ്ടും നന്ദയുടെ പേര് തന്നെ ഗൗതത്തിൻ്റെ നാവിലേക്ക് വരുന്നുണ്ടെന്ന്. നമ്മുടെ ഇടയ്ക്ക് അവൾ വീണ്ടും സംസാര വിഷയം ആകുന്നുണ്ട് എങ്കിൽ ഗൗതം ഒന്ന് ഉറപ്പിച്ചോ, നമ്മുടെ ഇടയിൽ അവൾ ഉണ്ട്, അവളുടെ സാന്നിധ്യം ഉണ്ട്, നന്ദ നമ്മുടെ അടുത്ത് തന്നെ എവിടെയൊക്കെ ഉണ്ട് എന്ന് പിങ്കി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അവളുടെ പേര് തന്നെ പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഇടയിൽ നമ്മൾ ഒന്നാകില്ലായിരുന്നു എന്ന് പിങ്കി ഗൗതത്തോട് ചോദിക്കുന്നുണ്ട്. അന്നേരം ഗൗതം നല്ല രീതിയിൽ വിഷമിച്ചിരിക്കുവാണ്. പിങ്കി വീണ്ടും പറയുവാണ്, അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കിയേ, ആ സ്നേഹം എപ്പോഴെങ്കിലും പുറത്തേക്ക് വരേണ്ടതല്ലായിരുന്നു? അങ്ങനെ ചോദിക്കുവാണ് പിങ്കി. അന്നേരം ഗൗതം പറയുവാണ്, അതൊന്നും ഇപ്പോൾ ഓർക്കണ്ട പിങ്കി എന്ന് പറയുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ സംസാരിക്കണ്ട എന്ന് പറയുന്നുണ്ട് ഗൗതം. അന്നേരം പിങ്കി പറയുന്നുണ്ട്, ഗൗതത്തിൻ്റെ മനസ്സ് എന്താണെന്ന് എനിക്കറിയാമെന്ന്. എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി എൻ്റെ മുൻപിൽ ഗൗതത്തിൻ്റെ മനസ്സ് മറയ്ക്കാൻ ശ്രമിക്കേണ്ട ഗൗതം എന്ന് പിങ്കി പറയുവാണ്. എന്നിട്ട് പിങ്കി പറയുവാണ്, ഏതായാലും മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതല്ലേ, ഇത് താമസിക്കേണ്ട, ഗൗതം വേഗം ഒന്ന് ഒരുങ്ങി വന്നോളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ താഴേക്ക് പോവുകയാണ്, ഗൗതം പെട്ടെന്ന് റെഡിയായിട്ട് വാ എന്ന് പറയുന്നുണ്ട്. ഗൗതത്തിനും ഇത്തിരി വിഷമമായി, പിങ്കിക്ക് അത് വിഷമമായെന്ന് മനസ്സിലായി. നന്ദയുടെ കാര്യം പറഞ്ഞത് പിങ്കിക്ക് വളരെയധികം വിഷമമായെന്ന് ഗൗതത്തിന് അറിയായിരുന്നു. അത് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് ഗൗതം. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ഗൗരി മോളാണ്. ഗൗരി പിണങ്ങിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആരോടൊന്നും മിണ്ടത്തൊന്നുമില്ല. അന്നേരമാണ് നിർമ്മലും വിളിക്കുന്നത്. നിർമ്മലിന്റെ ഫോൺ കൊണ്ട് നളിനി ഗൗരിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഡ്രൈവർ അങ്കിള് വിളിക്കുവാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഡ്രൈവർ അങ്കിളോട് സംസാരിക്കാന്ന് പറയുമ്പോൾ സംസാരിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ നളിനി പറയുവാണ്, എന്തിനാ മോളെ അമ്മയുടെ അടുത്തുള്ള ദേഷ്യം ഡ്രൈവർ അങ്കിളിൻ്റെ അടുത്ത് കാണിക്കുന്നതെന്ന്. അതിനുശേഷം ഗൗരി മോള് ഫോൺ വാങ്ങിക്കും നളിനിയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് നിർമ്മൽ പറയുവാണ്, മോള് വേഗം റെഡി ആയിട്ടിരിക്കുക, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നു, എന്നിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഗൗരിമോള് ചോദിക്കണേ എവിടെയാണ് പോകുന്നതെന്ന്. അമ്യൂസ്മെന്റ് പാർക്കിൽ പോകാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഗൗരിക്ക് ഭയങ്കര സന്തോഷമാകുക അത്. എന്നിട്ട് നിർമ്മൽ പറയുന്നുണ്ട്, മോൾ അമ്മയെ വിഷമിപ്പിക്കരുത് കേട്ടോ എന്ന് നിർമ്മൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഗൗരിക്കുട്ടി തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാ അങ്കിളെ അമ്മയെ വിഷമിപ്പിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ അച്ഛൻ്റെ കാര്യം ചോദിച്ചതുകൊണ്ട് അമ്മ എന്നോട് ദേഷ്യപ്പെടുകയാണ് ഉണ്ടായതെന്ന് പറയുന്നു. അന്നേരം നിർമ്മൽ പറയുവാണ്, മോളുടെ അച്ഛന് മോളെ ഇഷ്ടമാണെങ്കിൽ മോളെ അന്വേഷിച്ച് മോളുടെ അച്ഛൻ വരുമെന്ന് ഗൗരി മോളോട് പറയുവാണ് നിർമ്മൽ. അതിന് പകരം അമ്മയെ വിഷമിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, ഇനി അമ്മയെ വിഷമിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട് നിർമ്മൽ. അങ്ങനെ നിർമ്മൽ പറയുമ്പോഴത്തേക്ക് ഗൗരിമോൾ പറയുവാണ്, ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നന്ദുവിൻ്റെ കാല് ഒരു ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഡോക്ടർ നന്ദുവിൻ്റെ കാല് ചെക്ക് ചെയ്യുവാണ്. അവൻ്റെ കാലിന് എന്താ കുഴപ്പമെന്നൊക്കെ നോക്കുവാണ്. നന്ദൂട്ടൻ്റെ അടുത്ത് തന്നെ ഗൗതമും പിങ്കിയും ഉണ്ട്. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്.